ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. നമ്മൾ ഇന്നത്തെ ക്ലാസ് 2ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ മലയാളമാണ്. മലയാളത്തിന്റെ നമ്മുടെ 3ാമത്തെ പ്രവർത്തനം എന്താണ് അമ്മേ സ്വാതന്ത്ര്യം. അപ്പോൾ ആദ്യത്തെ 2 ചാപ്റ്റർ ക്ലാസ്സുകൾ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായും കാണുക. നമ്മുടെ ആദ്യത്തെ 2 ചാപ്റ്ററിന്റെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിന്റെ ക്ലാസ്സും അതോടൊപ്പം തന്നെ പ്രവർത്തന പുസ്തകത്തിന്റെ ക്ലാസ്സും യൂണിറ്റ് ടെസ്റ്റിന്റെ ക്ലാസ്സും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും കാണുക. അപ്പോൾ ഈ മലയാളം മാത്രമല്ല, നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ സബ്ജക്റ്റിന്റെ ക്ലാസ്സുകളും നമ്മുടെ ടോപ്പേഴ്സ് വേൾഡ് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ എല്ലാ സബ്ജക്റ്റിന്റെ പ്ലേലിസ്റ്റിൽ നിന്നും നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആവശ്യമുള്ള ക്ലാസ്സുകൾ കാണാൻ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ മലയാളത്തിലെ 3ാമത്തെ പാഠം എന്താണ് അമ്മേ സ്വാതന്ത്ര്യം എന്നുള്ള പാഠമാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. പേജ് നമ്പർ 30 നിന്നാണ് നമ്മുടെ 3ാമത്തെ പാഠം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഇതാണ് നമ്മുടെ 3ാമത്തെ പാഠം അല്ലേ. 3ാമത്തെ പാഠത്തിലെ പേരെന്താ? എന്താണ് അമ്മേ സ്വാതന്ത്ര്യം. എന്താ നിങ്ങൾ ചിത്രത്തിൽ കാണുന്നത്? നമുക്ക് നമ്മുടെ പാഠഭാഗത്തിൽ കൊടുത്തിരിക്കുന്ന ചിത്രം എന്താണ്? സ്വാതന്ത്ര്യ ദിനവുമായി ബന്ധപ്പെട്ട ചിത്രമാണ് അല്ലേ. അതായത് സ്കൂളിൽ നമ്മുടെ ദേശപതാക ഉയർത്തുന്ന ചിത്രമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എപ്പോഴാണ് നമ്മുടെ സ്വാതന്ത്ര്യ ദിനം എപ്പോഴാണ്? എല്ലാവർക്കും തീയതി അറിയാമെന്ന് കരുതുന്നു. ഓഗസ്റ്റ് 15. എല്ലാ വർഷവും ഒരേ തീയതിയാണോ അത് മാറി മാറി വരുമോ? എല്ലാ വർഷവും ഒരേ ദിവസമാണ് അല്ലേ. അതായത് ഒരേ ഡേറ്റ് ആണ്. ഓഗസ്റ്റ് 15 തന്നെയാണ്. ഓഗസ്റ്റ് 15-ാം തീയതിയാണ് സ്വാതന്ത്ര്യ ദിനം എന്ന് പറയുന്നത്. അപ്പോൾ 2024 സ്വാതന്ത്ര്യ ദിനത്തിലെ ഒരു കുട്ടിയുടെ ഡയറിയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അതായത് നമ്മുടെ ഡയറിയുടെ രൂപത്തിലാണ് നമ്മുടെ പാഠം പഠിക്കാനുള്ളത് കേട്ടോ. അപ്പൊ എന്നാണ് 2024 നമ്മൾ ഡയറി എഴുതുന്ന സമയത്ത് എന്താ ശ്രദ്ധിക്കേണ്ടത്? ദിവസവും തീയതിയും എഴുതണം അല്ലേ. ഇവിടെ എന്താ എഴുതിയിട്ടുണ്ട്? 2024 ഓഗസ്റ്റ് 15 വ്യാഴം എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഡയറി ആദ്യം പാഠം ഒരാൾ വായിക്കാം. ഇന്ന് സ്കൂളിൽ സ്വാതന്ത്ര്യ ദിനാഘോഷമായിരുന്നു. പതിവിലും നേരത്തെ സ്കൂളിൽ പോയി. ഇന്നലെ അച്ഛൻ കൊണ്ടുവന്ന 3 നിറമുള്ള പതക്കം ഷർട്ടിൽ കുത്തി. കുഞ്ഞു ദേശീയ പതാക കയ്യിലെടുത്തു. എന്താ പതക്കം എന്ന് എല്ലാവർക്കും അറിയാലോ അല്ലേ. നമ്മൾ സ്വാതന്ത്ര്യ ദിനത്തിൽ ഇതുപോലുള്ള ചെറിയ കൊടികളൊക്കെ നമ്മൾ ഷർട്ടിൽ ഡ്രസ്സിൽ പിൻ ചെയ്ത് വെക്കില്ലേ. ഇതാണ് പതക്കം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ കണ്ടോ ഇവിടെ ഈ കുട്ടീൻ്റെ ഷർട്ടിൽ കണ്ടില്ലേ. അതുപോലെയുള്ള ഒരു കുഞ്ഞു ദേശീയ പതാക ഷർട്ടിൽ കുത്തി, ഒരു ചെറിയൊരു ദേശീയ പതാക കയ്യിലും എടുത്ത് അമ്മയും എന്നോടൊപ്പം സ്കൂളിലേക്ക് വന്നിരുന്നു. എനിക്ക് സന്തോഷമായി. എങ്ങോട്ടാ പോകുന്നത്? സ്കൂളിലോട്ട് പോകണല്ലേ. സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ പങ്കെടുക്കാൻ വേണ്ടി സ്കൂളിലോട്ട് പോവുകയാണ്. വഴിയിൽ മുഴുവൻ അലങ്കാരങ്ങൾ, കുങ്കുമം, വെള്ള, പച്ച നിറങ്ങളിലുള്ള തോരണങ്ങൾ, വാഹനങ്ങളിലെല്ലാം മൂവർണ്ണ കൊടികൾ. അപ്പൊ എല്ലായിടത്തും എന്താണ്? ദേശീയ പതാകയാണ് അല്ലെ. എല്ലായിടത്തും മൂവർണ്ണ കൊടികളാണ്. വഴിയിൽ പലയിടത്തും പായസവും മധുരപലഹാരങ്ങളും വിതരണം ചെയ്യുന്നുണ്ടായിരുന്നു. സ്കൂളും 3 നിറങ്ങളിൽ മനോഹരമായി അലങ്കരിച്ചിരുന്നു. എല്ലാവരും സ്കൂൾ മുറ്റത്ത് ഒത്തുചേർന്നു. ഹെഡ് മാസ്റ്റർ ദേശീയ പതാക ഉയർത്തി. സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. സ്കൂളിലും പായസം ഉണ്ടായിരുന്നു. അടപ്രഥമൻ. ഏത് പായസം സ്കൂളിൽ കൊടുത്തു? എല്ലാ കുട്ടികൾക്കും അടപ്രഥമൻ അല്ലേ. ഞങ്ങൾ പായസം കുടിച്ചു. നല്ല സ്വാദ്. എനിക്ക് ഇഷ്ടമായി. ഉച്ചയ്ക്ക് വീട്ടിലെത്തി കൂട്ടുകാരോടൊപ്പം കളിച്ചു. ടിവിയിലും സ്വാതന്ത്ര്യദിന പരിപാടികൾ തന്നെ. അപ്പോൾ ഒരു സ്വാതന്ത്ര്യ ദിനത്തിലെ ഒരു കുട്ടിയുടെ ഡയറിയുടെ രൂപത്തിലാണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. നമ്മുടെ 3ാമത്തെ പാഠം തുടങ്ങിയിരിക്കുന്നത്. അപ്പൊ ഇവിടെ എന്താണ് ചിത്രം നിങ്ങൾക്ക് എല്ലാവർക്കും കണ്ടപ്പോൾ മനസ്സിലായി കാണുന്നു കരുതുന്നു. ഇവിടെ എന്താണ് ചോദ്യം? എന്താണ്? ഡയറി വായിച്ചല്ലോ. സ്വാതന്ത്ര്യ ദിനത്തിൽ സ്കൂളിൽ എന്തൊക്കെ പരിപാടികൾ ഉണ്ടായിരുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. സ്വാതന്ത്ര്യ ദിനത്തിൽ എന്തൊക്കെ പരിപാടികളാണ് സ്കൂളിൽ ഉണ്ടായിരുന്നു പറഞ്ഞത്? സ്കൂൾ 3 നിറങ്ങളാൽ മനോഹരമായി അലങ്കരിച്ചിരുന്നു. എല്ലാവരും സ്കൂൾ മുറ്റത്ത് ഒത്തുചേർന്നു. ഹെഡ് മാസ്റ്റർ ദേശീയ പതാക ഉയർത്തി. സ്വാതന്ത്ര്യ ദിന സന്ദേശം നൽകി. അതിനുശേഷം പായസ വിതരണം ഉണ്ടായിരുന്നു. അടുത്തത് നമുക്കൊരു ചെറിയൊരു കവിതയാണ്. സ്വാതന്ത്ര്യ ദിനവുമായി ബന്ധപ്പെട്ട, അതായത് സ്വാതന്ത്ര്യ ദിനം എന്നല്ല, സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട ഒരു ചെറിയൊരു കവിതയാണ് നമുക്ക് അടുത്തായി പഠിക്കാനുള്ളത്. ആരെഴുതിയ കവിതയാണിത്? കവിയുടെ പേരെന്താ? കെ പല്ലശ്ശന എഴുതിയ സ്വാതന്ത്ര്യം എന്നുള്ള കവിതയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എന്താണ് ചിത്രത്തിൽ കാണുന്നത്? ഒരു അമ്മയും കുട്ടിയും ഉണ്ട് അല്ലേ. പിന്നെ എന്താണ് അവർ നോക്കി നിൽക്കുന്നത്? ഓലത്തുമ്പത്തിരിക്കുന്ന തത്തമ്മയാണ് നോക്കി നിൽക്കുന്നത്. അപ്പം ആദ്യം ചെയ്യാം, കവിത വായിക്കാം. ചന്തുവിനുണ്ടൊരു സന്ദേഹം. എന്താണ് അമ്മേ സ്വാതന്ത്ര്യം? ഉത്തരമൊന്നും ചൊല്ലാതെ പുഞ്ചിരി തൂകി മാതാവ്. ഓലത്തുമ്പിൽ ചാഞ്ചാടും ചേലേറുന്നൊരു തത്തമ്മ. ചന്തുവിനുത്തരം എന്നോണം ഒന്നു ചിലച്ചു ചന്തത്തിൽ. ബന്ധനമില്ലെന്നാ കീഴിൽ. അതാണ് കുഞ്ഞേ സ്വാതന്ത്ര്യം. അതായത് കുട്ടി ചോദിക്കണം. കുട്ടിയുടെ പേരാണ് ചന്തു. ചന്തുവിന് എന്തുണ്ട്? ഒരു സന്ദേഹമുണ്ട്. എന്താ സന്ദേഹം എന്ന് വെച്ചാൽ ഒരു ഡൗട്ട് ഉണ്ട്. എന്താണ് അമ്മേ സ്വാതന്ത്ര്യം? അപ്പൊ അമ്മയോട് ചോദിക്കണം, എന്താണ് അമ്മേ ശരിക്കും പറഞ്ഞ സ്വാതന്ത്ര്യം എന്ന് വെച്ചാൽ എന്താണ്? അപ്പൊ അമ്മ എന്താണ് ഉത്തരം ഒന്നും പറയാതെ എങ്ങോട്ടാണ് നോക്കുന്നത്? ഓലത്തുമ്പത്തിരിക്കുന്ന, അതായത് ചൊല്ലാതെ പുഞ്ചിരി തൂകി മാതാവ്. ഓലത്തുമ്പിൽ ചാഞ്ചാടും ചേലേറുന്നൊരു തത്തമ്മ. അപ്പൊ അമ്മ ഉത്തരം ഒന്നും പറഞ്ഞില്ല അല്ലെ. ആ സമയത്താണ് ഓലത്തുമ്പത്തിരിക്കുന്ന തത്തമ്മ എന്ത് ചെയ്യുന്നത്?
ഒന്ന് ചിലച്ചതും ചെറുതായിട്ടൊരു ശബ്ദം ഉണ്ടാക്കി ഒന്ന് ചിലച്ചു ചന്തത്തിൽ. അപ്പൊ അമ്മ പറഞ്ഞു കൊടുത്തു, ബന്ധനമൊന്നുമില്ലാതെ, അതായത് തത്തമ്മ എന്താണ് ആരുടെങ്കിലും ബന്ധനത്തിലാണോ ആരുടെങ്കിലും കൂട്ടിലാണോ ഇരിക്കുന്നത്? അല്ല അല്ലെ, സ്വാതന്ത്ര്യമായിട്ടാണ് ഓലത്തുമ്പത്ത് ഇരിക്കുന്നത്, എങ്ങോട്ട് വേണമെങ്കിലും പാറിപ്പറക്കാം അല്ലെ. അപ്പൊ ഒരു ബന്ധനം ഇല്ലാത്തതാണ് മോനെ എന്ത് സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞിട്ട് അമ്മ എന്ത് ചെയ്തു, കുട്ടിക്ക് പറഞ്ഞു കൊടുത്തു. സ്വാതന്ത്ര്യത്തിന്റെ റിയൽ ആയിട്ടുള്ള സ്വാതന്ത്ര്യത്തിന്റെ അർത്ഥം പറഞ്ഞു തരുന്ന ഒരു ചെറിയൊരു കവിതയാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. അടുത്തതായിട്ടുള്ളത് ഒരു കഥയാണ് കേട്ടോ. അതും സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട ഒരു കഥയാണ്, കിങ്ങിണിയുടെ സ്വാതന്ത്ര്യം. വളരെ ചെറിയൊരു കഥയാണ് കേട്ടോ. എന്താണ് ഇവിടെ ചിത്രത്തിൽ കാണുന്നത്? എന്താ, പിറന്നാൾ ആഘോഷിക്കുകയാണ് അല്ലെ, ബർത്ത്ഡേ ആഘോഷിക്കുകയാണ്. കിങ്ങിണി എന്ന് പറയുന്നത് ആരാന്ന് വെച്ചാൽ ഒരു തത്തമ്മയാണ് കേട്ടോ. തത്തമ്മയുടെ പേരാണ് കിങ്ങിണി എന്ന് പറയുന്നത്. ഇവിടെ ആരാണ് പിറന്നാൾ ആഘോഷിക്കുന്നത്? ആരാ, ഒരു കുട്ടിയാണ് അല്ലെ. കുട്ടിയുടെ പേരാണ് സാരംഗ്. സാരംഗിന്റെ പിറന്നാളാണ്. നമുക്ക് കഥ വായിച്ചു നോക്കാം. കിങ്ങിണിയുടെ സ്വാതന്ത്ര്യം. ഇന്ന് സാരംഗിന്റെ പിറന്നാളാണ്. ഹാപ്പി ബർത്ത്ഡേ. കൂട്ടിലിരുന്ന കിങ്ങിണി തത്ത കൊഞ്ചി പറഞ്ഞു. പിറന്നാൾ കൂടാൻ കൂട്ടുകാരെത്തി. കിങ്ങിണി അവരോടും കൊഞ്ചിക്കൊണ്ടിരുന്നു. എല്ലാവർക്കും കിങ്ങിണിയെ ഇഷ്ടമായി. കൂട്ടുകാർ ചേർന്ന് വീട് അലങ്കരിച്ചു. വീട്ടുകാരും കുട്ടിക്കൂട്ടത്തിനൊപ്പം കൂടി. കേക്ക് മുറിച്ചു. പിറന്നാൾ സദ്യ ഉണ്ടു. കൂട്ടുകാർ ഒന്നിച്ച് കളിച്ചു തിമർത്തു. പിറന്നാൾ കെങ്കേമമായി. സാരംഗിന് സന്തോഷമായി. അപ്പൊ ആരുടെ പിറന്നാളാണ്? സാരംഗിന്റെ പിറന്നാളാണ് അല്ലെ. അപ്പൊ ആരാണ് സാരംഗിന് ഹാപ്പി ബർത്ത്ഡേ പറയുന്നത്? കൂട്ടിലിരിക്കുന്ന കിങ്ങിണി തത്ത പറയാണ് അല്ലെ. ആരെല്ലാമാണ് സാരംഗിന്റെ പിറന്നാളിന് വന്നത്? കൂട്ടുകാരെല്ലാരും വന്നു. എല്ലാരും കൂടെ വന്ന് കേക്കൊക്കെ മുറിച്ചു. പിറന്നാൾ സദ്യ ഉണ്ടു. എല്ലാവരും കളിച്ചു തിമർത്ത് പിറന്നാൾ വളരെയധികം ഉത്സവം പോലെ അവരെന്ത് കെങ്കേമമായിട്ട് ആഘോഷിച്ചു. അങ്ങനെ രാത്രിയായി. കൂട്ടുകാരെല്ലാം വീട്ടിലെത്തിയിട്ടുണ്ടാവും. അവരുടെ അച്ഛനമ്മമാരുടെ അടുത്ത്. പാവം കിങ്ങിണി മാത്രം കൂട്ടിൽ. അവൾക്കും ഉണ്ടാവില്ലേ അച്ഛനും അമ്മയും? അവളെ കാണാതെ അവർ വിഷമിക്കുന്നുണ്ടാവും. സാരംഗിന് ഉറക്കം വന്നില്ല. അവൻ മെല്ലെ എഴുന്നേറ്റു. കുറുക്കന്റെ ഓരിടലും നായ്ക്കളുടെ കുരയും വകവയ്ക്കാതെ അവൻ പതുക്കെ വാതിൽ തുറന്നു. വരാന്തയുടെ അങ്ങേ തലക്കിലേക്ക് നടന്നു. എങ്ങും ഇരുട്ട്. അവൻ പക്ഷിക്കൂടിനടുത്തെത്തി. കൂട്ടിൽ കിങ്ങിണി ഒറ്റയ്ക്ക്. സാരംഗ് കിങ്ങിണിയുടെ കണ്ണിലേക്ക് സൂക്ഷിച്ചു നോക്കി. കൂട് തുറന്നു. കിങ്ങിണി വന്ന് അവന്റെ കയ്യിൽ ഇരുന്നു. അതിന്റെ ചിറകിൽ അവൻ ഒരു ഉമ്മ നൽകി. ചെവിയിൽ എന്തോ മന്ത്രിച്ചു. അപ്പൊ അവൻ ഇങ്ങനെ ആലോചിക്കണം. രാത്രിയായിട്ടും സാരംഗിന് ഉറക്കൂല അല്ലെ, ഉറങ്ങുന്നില്ല സാരംഗ്. എന്താ ചിന്തിക്കുന്നത്? കൂട്ടുകാരെല്ലാം അവരുടെ അച്ഛനും അമ്മന്റെ അടുത്ത് എത്തിയിട്ടുണ്ടാകും. പക്ഷെ പാവം കിങ്ങിണി മാത്രം കൂട്ടിൽ ഇങ്ങനെ തനിച്ചിരിക്കുകയാണ്. അപ്പൊ തീർച്ചയായിട്ടും കിങ്ങിണിക്ക് ഉണ്ടാവില്ലേ, അച്ഛനും അമ്മയൊക്കെ കിങ്ങിണിക്ക് ഉണ്ടാവില്ലേ, അവരും കിങ്ങിണിയെ കാണാതെ വിഷമിക്കുന്നുണ്ടാവില്ലേ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? കിങ്ങിണി എന്താ ചെയ്യണമെന്ന് നോക്കാൻ വേണ്ടി സാരംഗ് എന്ത് ചെയ്യാണ്? കിങ്ങിണിന്റെ കൂട്ടിന്റെ അടുത്ത് എത്തുകയാണ് അല്ലെ. എന്നിട്ട് എന്ത് ചെയ്തു? കിങ്ങിണിയെ നോക്കി കൂട് തുറന്നു. കിങ്ങിണി വന്നിട്ട് എവിടെ ഇരിക്കുകയാണ്? സാരംഗിന്റെ കയ്യിലിരിക്കുകയാണ്. അങ്ങനെ എന്ത് ചെയ്യാണ്? സാരംഗ നമ്മുടെ കിങ്ങിണിയുടെ ചെവിയിൽ എന്തോ ഒന്ന് മന്ത്രിക്കുകയാണ്. എന്തായിരിക്കും സാരംഗ കിങ്ങിണിയുടെ ചെവിയിൽ പറഞ്ഞിട്ടുണ്ടാവുക? മന്ത്രിക്കുക എന്ന് വെച്ചാൽ എന്തോ പതുക്കെ പറയണതിനെയാണ് മന്ത്രിക്കുക എന്ന് പറയുന്നത്. നമ്മളോട് ചോദ്യം നോക്കൂ. സാരംഗ കിങ്ങിണിയുടെ ചെവിയിൽ മന്ത്രിച്ചത് എന്തായിരിക്കും മന്ത്രിച്ചിട്ടുണ്ടാവുക? ഇന്നാണ് നിന്റെ സ്വാതന്ത്ര്യ ദിനം. ഞാൻ നിന്നെ ഈ കൂട്ടിൽ നിന്നും സ്വതന്ത്രമാക്കുകയാണ്. അതിരില്ലാത്ത ആകാശത്ത് നീ ഇനി സന്തോഷത്തോടെ പാറിപ്പറന്നോളൂ അല്ലെ. അത് കിങ്ങിണി അവൻ എന്ത് ചെയ്തു? കൂട്ടിൽ നിന്ന് പറത്തി വിടുകയാണ് അല്ലെ. അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് ചെറിയൊരു കവിതയാണ്. മഹാത്മാജി എന്നാണ് കവിതയുടെ പേര്. കവിത എഴുതിയിരിക്കുന്ന കവിയുടെ പേരെന്താ? വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ് എന്നാണ് കവിയുടെ പേര്. അത് നമുക്ക് എന്ത് ചെയ്യാം? കവിത വായിക്കാം. മുൻവഴി പല്ല് പോയ മോണ കാട്ടി ചിരിച്ചൊരാൾ ചമ്മറം പടിഞ്ഞിരിക്കുന്ന പടം നീ കണ്ടതില്ലയോ? അതാണ് ഗാന്ധി അപ്പൂപ്പൻ. ആരിലും കനിവുള്ളവൻ, കൊച്ചു കുഞ്ഞുങ്ങളോടൊത്ത് കളിപ്പാൻ കൊതിയുള്ളവൻ. വിളിപ്പൂ നാട്ടുകാരെല്ലാം ബാപ്പുവെന്ന് പലപ്പോഴും ആ വാക്കു കേട്ടിരിക്കും നീ അച്ഛൻ എന്നർത്ഥമായിടും. മറ്റുള്ളവരുടെ ദുഃഖങ്ങൾ മാറ്റുവാൻ വേല ചെയ്യുകയാൽ മഹാത്മാഗാന്ധി എന്നുള്ള പേര് നീളെ പ്രസിദ്ധമായി. അതായത് മഹാത്മാഗാന്ധിജിനെ കുറിച്ചുള്ള ചെറിയൊരു കവിതയാണ് അല്ലെ. അപ്പൊ എന്താ പറയണത്? നീ കണ്ടിട്ടില്ലേ, പടം കണ്ടിട്ടില്ലേ? ആ പടം എങ്ങനെയാണ്? മുൻവരി പല്ല് പോയ മോണ കാട്ടി ചിരിക്കുന്ന ഒരാള് ചമ്മറം പടിഞ്ഞിരിക്കുന്ന പടം നീ കണ്ടിട്ടില്ലേ എന്ന് ചോദിക്കുകയാണ് അല്ലെ. അത് ആരാണെന്നാണ് പറയണത്? അതാണ് ഗാന്ധി അപ്പൂപ്പൻ. എങ്ങനെയാണ് ഗാന്ധി അപ്പൂപ്പൻ? ആരിലും കനിവുള്ളവനാണ്, കൊച്ചു കുഞ്ഞുങ്ങളോടൊത്ത് കളിക്കാൻ കൊതിയുള്ള ആളാണ്. നാട്ടുകാരെല്ലാം അദ്ദേഹത്തെ സ്നേഹത്തോടെ എന്ത് വിളിക്കുന്നു? ബാപ്പു എന്ന് വിളിക്കില്ലേ. ആ വാക്കിന്റെ അർത്ഥം എന്താ? അച്ഛൻ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. മറ്റുള്ളവരുടെ ദുഃഖങ്ങൾ മാറ്റാൻ വേണ്ടി വേല ചെയ്യുകയാൽ
മഹാത്മാഗാന്ധി എന്നുള്ള മഹാത്മാഗാന്ധി എങ്ങനെയായി പേര് പ്രസിദ്ധമായി എന്നാണ് ഇവിടെ പറയുന്നത്. മഹാത്മാഗാന്ധിജിയെ കുറിച്ചാണ് ഇവിടെ പറയണത്. അപ്പോൾ 3 ചോദ്യങ്ങളുണ്ട്. എന്താണ് ചോദ്യങ്ങൾ നോക്കൂ. ഗാന്ധിജിയെ വിളിക്കുന്ന മറ്റു പേരുകൾ എന്തൊക്കെയാണ് മറ്റു പേരുകൾ? ബാപ്പു. ഗാന്ധിജിക്ക് കുഞ്ഞുങ്ങളെ വളരെ ഇഷ്ടമാണ് എന്ന് സൂചിപ്പിക്കുന്ന വരികൾ കണ്ടെത്തി എഴുതാം. ഏതാണ് വരി? കൊച്ചു കുഞ്ഞുങ്ങളോടൊത്ത് കളിപ്പാൻ കൊതിയുള്ളവൻ. അടുത്ത ബാപ്പു എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? അച്ഛൻ. നെക്സ്റ്റ് അടുത്ത പേജ്, 36-ാമത്തെ പേജ് കേട്ടോ. നമ്മുടെ പതാക, എല്ലാവരും ദേശീയ പതാക കണ്ടിട്ടില്ലേ? നമ്മൾ സ്വാതന്ത്ര്യ ദിനത്തിൽ നമ്മൾ ദേശീയ പതാക എല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലേ? അപ്പൊ ദേശീയ പതാകയ്ക്ക് എത്ര നിറങ്ങളാണുള്ളത്? 3 നിറങ്ങളാണുള്ളത്. ഏതൊക്കെ നിറങ്ങളാണെന്ന് നിങ്ങൾക്ക് അറിയോ? മുകളിൽ ഏത് നിറ? കുങ്കുമ നിറം, നടുക്ക് വെള്ളയും താഴെ പച്ചയും. അറിയില്ലെങ്കിൽ അത് അറിഞ്ഞു വെക്കുക, പഠിച്ചു വെക്കുക കേട്ടോ. മേലെ കുങ്കുമ നിറമാണ്, ചുവപ്പ് എന്ന് പറയരുത്, കുങ്കുമ നിറമാണ് കേട്ടോ. നടുക്ക് വെള്ളയും താഴെ പച്ചയാണ്. നടുക്കിലായി കാണുന്ന വട്ടത്തിനെയാണ് നമ്മൾ അശോക ചക്രം എന്നാണ് പറയാ കേട്ടോ. ഇവിടെ കാണുന്ന നമ്മുടെ ദേശീയ പതാകയ്ക്ക് അതുപോലെ എന്ത് ചെയ്യുക? നിറം കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. മേലെ എന്ത് കൊടുക്കണം? കുങ്കുമ നിറം, നടുക്ക് വെള്ളയാണ്, താഴെ പച്ച കൊടുക്കുക കേട്ടോ. നടുക്കുള്ളതാണ് അശോക ചക്രം, നീല നിറം കൊടുക്കുക. അടുത്ത പേജ്, ചാച്ചാജിയുടെ റോസാപ്പൂവ്. അപ്പൊ നമ്മൾ ചാച്ചാജി, നിങ്ങളെല്ലാവരും ചാച്ചാജിനെ നിങ്ങൾക്ക് അറിയോ? ചാച്ചാജിന്റെ ചിത്രമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടോ? ചാച്ചാജിന്റെ ചിത്രത്തിൽ എപ്പോഴും ഒരു റോസാപ്പൂവ് കൂടി ഉണ്ടാവും അല്ലേ? ആ റോസാപ്പൂ വന്നതിന്റെ പുറകിൽ ഒരു കഥയുണ്ട്, ഒരു ചെറിയൊരു കഥ. ആ കഥയാണ് ഇവിടെ നമുക്ക് വായിക്കാനുള്ളത്. ആദ്യം ഇത് എന്താ ചെയ്യാൻ ഇതാണ് വായിക്കാം കേട്ടോ. ചാച്ചാജിയുടെ റോസാപ്പൂവ്. നെഹ്റുവിന് കുട്ടികളെ വലിയ ഇഷ്ടമായിരുന്നു, അതുപോലെ പൂക്കളെയും. ഒരിക്കൽ അദ്ദേഹത്തെ കാണാൻ ഒരു കുട്ടി വന്നു. അവൾ നല്ല ഒരു റോസാപ്പൂവ് കൊണ്ടുവന്നിരുന്നു. പൂവ് വാങ്ങാൻ അദ്ദേഹം കൈ നീട്ടി. കുട്ടി അദ്ദേഹത്തോട് കുനിഞ്ഞിരിക്കാൻ പറഞ്ഞു. താൻ കൊണ്ടുവന്ന റോസാപ്പൂവ് അവൾ ചാച്ചാജിയുടെ കോട്ടിന്റെ പോക്കറ്റിൽ ഭംഗിയായി കുത്തിക്കൊടുത്തു. അദ്ദേഹത്തിന് വളരെ സന്തോഷമായി. അദ്ദേഹം കുട്ടിയുടെ കവിളത്ത് സ്നേഹപൂർവ്വം തലോടി. അന്നു മുതലാണത്രേ നെഹ്റു തന്റെ കുപ്പായത്തിൽ റോസാപ്പൂവ് ധരിച്ചു തുടങ്ങിയത്. അപ്പൊ അദ്ദേഹം റോസാപ്പൂ ധരിക്കുന്നതിന് പുറകിലുള്ള കഥയാണ് നമ്മളിപ്പോ വായിച്ചത്. അപ്പൊ ഇവിടെ നമുക്ക് 2 പ്രവർത്തനങ്ങൾ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ചാച്ചാജിയുടെ തൊപ്പി നിർമ്മിക്കുന്നതും, രണ്ടാമത്തത് ഗാന്ധിജിയുടെയും ചാച്ചാജിയുടെയും ചിത്രങ്ങൾ ശേഖരിക്കാനുമാണ് പറയണത്. അപ്പൊ അത് ചെയ്ത് നോക്കുക കേട്ടോ, കളക്ട് ചെയ്ത് നോക്കുക. ഗാന്ധിജിയുടെയും ചാച്ചാജിയുടെയും ഒരുപാട് ചിത്രങ്ങൾ നിങ്ങൾക്ക് കിട്ടും. അപ്പൊ അതൊക്കെ എന്ത് ചെയ്യുക? ശേഖരിക്കുക. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ മൂന്നാമത്തെ അല്ലേ, നമ്മുടെ 2ാമത്തെ പാഠം കഴിഞ്ഞ് മൂന്നാമത്തെ പാഠത്തിന്റെ ടെക്സ്റ്റ് ബുക്കിന്റെ ക്ലാസ് ആണ് നമ്മളിപ്പോൾ ചെയ്തത്. പ്രവർത്തന പുസ്തകത്തിന്റെ ക്ലാസ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. തീർച്ചയായിട്ടും അതും കൂടെ കാണുക, നിങ്ങൾക്ക് അത് ഒരുപാട് യൂസ് ആകും. അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായി കാണുന്നു കരുതുന്നു. ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തിട്ട് നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടെ ഒന്ന് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മലയാളം മാത്രമല്ല, നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ സബ്ജക്ട് ക്ലാസ്സുകളും നമ്മുടെ ടോപ്പേഴ്സ് വേൾഡ് അവൈലബിൾ ആണ്. താങ്ക് യു.